ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാം നമുക്ക്. എന്നിട്ട് ഇവിടെ അപ്പൻ പറയുകയാണ്, തുറന്ന് വായിക്കാം. എന്നാലിപ്പോൾ നിന്റെ ഈ അനുജൻ, നിന്റെ ഈ സഹോദരൻ, അവൻ മൃതനായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനേ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അതെല്ലാവരും ഏറ്റു പറഞ്ഞേ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. തുടക്കം മുതൽ ഇപ്പോൾ ഇല്ല. നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഫരിസേയരോടാണ് ഈ ഉപമ പറയണത്. അപ്പോൾ ഈ മൂത്ത പുത്രൻ എന്ത് നീതിയിലായിരുന്നു? അവൻ ഫരിസേയ നീതിയിലായിരുന്നു. ഇളയ മകൻ ഏത് നീതിയിലായിരുന്നു? അവൻ പാപിയാണ്, പക്ഷെ അവൻ തിരിച്ചു വന്നു. അവനേത് നീതി കിട്ടുന്നു? അവന് ദൈവനീതി കിട്ടുന്നു. മൂത്തവനും അവസാനം ദൈവനീതി കിട്ടും. അതാണ് പിന്നീട് യഹൂദരുടെ അവസ്ഥ ഉണ്ടാകാമോ? അവസാനം അവർക്കും നീതി കിട്ടും, കാരണം അവരും വിളിക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ രണ്ട് കാണാതെ പോയ ആടിനെയും കണ്ടുകിട്ടി, കാണാതെ പോയ നാണയത്തെയും കണ്ടുകിട്ടി. അതായത് യേശുവിൻ്റെ കരുണാർദ്രമായ, ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം എവാഞ്ചലി ഫരിസേയരെയും നേടും. ഫരിസേയരെയും നേടും. ആരെ നേടിയ പോലെ? ഈ മൂത്ത പുത്രനെ നേടിയോ ഇല്ലയോ? അവനെയും നേടി. ഇതിപ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറേ പേർക്കൊന്നും മനസ്സിലായി കാണണമെന്നില്ല, വിഷമിക്കണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രാത്രി കിടക്കുമ്പോഴോ ഇപ്പോൾ മനസ്സിലായി എന്ന് പറയും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവേ, നന്ദി. ഒരു വചനം വരുന്നു, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വചനം. ഒന്ന് പറഞ്ഞ് എല്ലാവരും നോക്കി വായിച്ചേ. മത്തായി 11:11. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ എല്ലാവരും സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. എന്താ ഇതിനർത്ഥം? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. അതായത് പഴയ നിയമത്തിലെ ഇത്രയും പ്രവാചകരുണ്ടായാലും അവരെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു. പക്ഷേ യേശുക്രിസ്തുവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ആർക്കാ? സ്നാപക യോഹന്നാന. മാത്രമല്ല യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം കിട്ടിയത് സ്നാപകനാണ്. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകൻ വളരെ വലിയ ആളാ. പക്ഷേ ഇനി അടുത്ത് പറയണ എന്താ? എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ
ഉണ്ടോ? അവനേക്കാൾ വലിയവനാണ്. ഇപ്പൊ ചെറിയവൻ വലിയവൻ എന്നുള്ളതിന് നമുക്ക് അർത്ഥം ചെറിയവൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപമൊക്കെ ചെയ്യാനുണ്ട്, കൽപ്പന ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ ഈ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനാണ്. ആരാണത്? ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ആരാണത്? യേശു ക്രിസ്തു. സ്വർഗരാജ്യത്തിലെ ഈ ചെറിയവൻ സ്നാപകയോഹന്നാൻ എല്ലാ പ്രവാചകന്മാരെക്കാളും വലുത്. യേശു ക്രിസ്തുവിന് സ്നാനം കൊടുത്ത പ്രവാചകൻ. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ആരാണത്? 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 ഞാൻ നോക്കാൻ. അതെ, ഫ്രാൻസിസ് പറയുന്നുണ്ട്. ആരാണത്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളോ? യോഹന്നാനേക്കാളും വലുതോ? അതെ. എങ്ങനെയാണ്? നമ്മൾ സ്വർഗരാജ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ സ്നാനം സ്വീകരിക്കുകയും യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും യേശുക്രിസ്തുവിനെ ഭക്ഷണവും പാനീയവുമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സ്നാപകയോഹന്നാന് പറ്റിയിട്ടുണ്ടോ? ഇത് പഴയ നിയമത്തിലെ ഏതെങ്കിലും പ്രവാചകർക്ക് പറ്റിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആരാന്നാ വിചാരിച്ചേക്കണേ? ഒന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കിയേ. നീ സ്നാപകയോഹന്നാനേക്കാളും വലിയവനാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് നോക്കി പറഞ്ഞേ. അപ്പം നമ്മൾ ചില്ലറ ആളുകളൊന്നും അല്ല, ഇല്ലേ? നമ്മൾ ചില്ലറക്കാരൊന്നും അല്ല, ഇല്ലേ? അതാണ്. ഞാനിതൊരിക്കൽ ഒരു ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ ഇച്ചിരി വയസ്സായ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ സാധാരണ അച്ഛൻ എന്തെങ്കിലും ഓടി വന്ന് പറയാറുള്ളതാണ്. എനിക്കൊരു ഭയങ്കര പ്രചോദനമാണ് ഇങ്ങനെ ഓടി വന്ന് ഓരോരുത്തർ പറയുമ്പോഴേ. പക്ഷേ 2 ദിവസമായിട്ട് അച്ഛനൊന്നും പറയണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആകെ എൻ്റെ ടോക്ക് ആകെ മോശമായിട്ട് അച്ഛനൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല. 3-ാം ദിവസം അച്ഛൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഞാൻ 2 ദിവസമായിട്ടൊന്നും വന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞാൻ പറയാതിരുന്നത് ഞാനൊരു ഷോക്കിലായിരുന്നു. ഞാൻ 75 വയസ്സായി. ഞാൻ ഇത്രയും വൈദിക ശുശ്രൂഷ ചെയ്ത് ഇത്രയും നാൾ ഈ വചനമെല്ലാം ഞാൻ പഠിച്ചിട്ടും ഇപ്പോഴാണ് ഈ തോമസ് പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സ്നാപകയോഹന്നാനേക്കാളും വലിയവനാണ്. എനിക്ക് അതങ്ങ് കേട്ടിട്ട് ഞാനന്ന് രാത്രി മുട്ടുകുത്തി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ ദൈവമേ, അങ്ങ് ആരാണ്? അങ്ങ് എന്നെ എങ്ങനെ കാണുന്നു? അങ്ങ് എനിക്ക് എന്തോ ഒരു മഹത്വം നൽകിയിരിക്കുന്നു. 2 ദിവസമായിട്ട് ഞാൻ അത് തന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ദൈവനീതിയുടെയും ദൈവരാജ്യത്തിൻ്റെയും ആനുകൂല്യം. നമ്മൾ ദൈവരാജ്യത്തിലാണ്, നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. നമ്മളെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ഭോജനവും പാനീയമായിട്ട് നൽകുന്നു. നീ ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ ഈ സ്നാപകനേക്കാളും വലിയവനായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ആ ബോധ്യത്തോടെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച്, ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച്, നന്ദിയോടെ സ്തുതിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹലബല 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 ഹലബല. ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ദൈവമേ, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ദൈവമക്കളാണ് ഞങ്ങൾ. ഹലബല 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 ഹലബല. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആവേ പരിശുദ്ധാത്മാവേ. എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. Praise the Lord. Thank you, Jesus. Hallelujah. 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 बोलो प्रभु यीशु क्रिस्त की, हमारे मुक्तिदाता की, राज राजेश्वर की. मुक्ति दिलाए यीशु नाम, शांति दिलाए यीशु नाम. मुक्ति दिलाए यीशु नाम. शांति दिलाए यीशु नाम. यीशु दया का गहरा सागर, यीशु दया का गहरा सागर, यीशु है दाद महान, यीशु है दाद महान. मुक्ति दिलाए यीशु नाम. शांति दिलाए यीशु नाम. मुक्ति दिलाए यीशु नाम. शांति दिलाए यीशु नाम. चरनी में तूने जन्म लिया यीशु, चरनी में तूने जन्म लिया यीशु, सूली पर किया कुर्बान, सूली पर किया कुर्बान. मुक्ति दिलाए यीशु नाम. പ്രൈസ് ദ ലോർഡ്. ഇരിക്കാം. ഹിന്ദി പാടാൻ തുടങ്ങിയാൽ പിന്നെ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ പാടിയെന്ന് വന്നേക്കും. തൊണ്ടെല്ലാം പോവുകയും ചെയ്യും, പിന്നെ നമ്മുടെ ക്ലാസ് നീങ്ങില്ല. ഇപ്പം നമ്മളെവിടെയാ? ഓക്കെ ഓക്കെ. ഇനി ഇതൊരു വേറൊരു ഐഡിയ ആണ്. ബൈബിളിൽ എങ്ങനെയാണ് പഠിക്കണേന്നുള്ളതിൻ്റെ സിമ്പിൾ വേ ഈശോ തന്നെ പറഞ്ഞിരിക്കണ ഒരു വഴിയാണ്. മത്തായി 13-ാം അധ്യായം 52. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ഇതെല്ലാം
എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് തന്നെ അത്ഭുതമാണ് തോന്നുന്നത്. ഇത് മനസ്സിലാക്കാൻ വീണ്ടും ഇസ്രായേലിലെ ഒരു പതിവ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി ഇസ്രായേലിൽ അവർക്ക് വീഞ്ഞ്, തോൽക്കുടം ഇതൊക്കെയാണ് ഇല്ലേ. അവരുടെ വീടുകളിൽ ചെന്നാൽ, ഇസ്രായേലിലല്ല യൂറോപ്പിൽ തന്നെ, പ്രത്യേകിച്ച് ഇറ്റലി, ഫ്രാൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ്. അവർ ആരും വെള്ളം കുടിക്കാൻ തരില്ല. ഹോട്ടലിൽ ചെന്നാൽ പോലും ടേബിളിൻ്റെ പുറത്ത് വെള്ളമുണ്ടാവില്ല, മറിച്ച് എന്തുണ്ടായിരിക്കും? വീഞ്ഞായിരിക്കും. അപ്പോൾ അവരുടെ നാട്ടു നടപ്പ് ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ ചെന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു അതിഥിയായിട്ട് ചെന്നാൽ, ആ വീട്ടുടമസ്ഥൻ എന്താണ് അവിടെ അങ്ങനെ 13-ാമത്തെ വീട്ടുടമസ്ഥൻ എന്ത് ചെയ്യും? അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന, അവസാന ഭാഗം മാത്രം എടുത്താൽ മതി. പു- വീട്ടുടമസ്ഥൻ തന്റെ തന്റെ നിക്ഷേപത്തിൽ നിക്ഷേപത്തിൽ നിന്ന്, പുതിയതും അതായത് തന്റെ സ്റ്റോർ ഹൗസിൽ നിന്ന് പുതിയതും ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു പുതിയ വീഞ്ഞും പഴയ വീഞ്ഞും എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആദ്യം പുതിയത് വിളമ്പും. അങ്ങനെ പുതിയത് വിളമ്പി കുടിച്ച് ലഹരി പിടിച്ച് കഴിയുമ്പോൾ പഴയത് വിളമ്പും. ഇതാ കാനായിലെ കല്യാണത്തിന് അയാൾ പറയണ കേട്ടില്ലേ? എടാ, സാധാരണ എല്ലാവരും ആദ്യം പുതിയത് വിളമ്പി പിന്നെ പഴയതാണല്ലോ വിളമ്പണം. നീ ഇത്രയും സമയം ഈ പുതിയത് കാത്തു വെച്ചത് എന്താണ്? അപ്പോ ഇനി ശ്രദ്ധിക്കണം. ആദ്യം സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും എന്ന് പറഞ്ഞ എല്ലാവരും, സ്വർഗരാജ്യത്തിൻ്റെ. അപ്പോൾ നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ അവൻ ആരാ? ഫരിസേയനാണ്. യഹൂദൻ, ഫരിസേയൻ, നിയമജ്ഞൻ. പഴയ നിയമം മാത്രമേ അവൻ അറിയുള്ളൂ ഇല്ലേ. അവൻ ഇനി എന്ത് ചെയ്യണം? പക്ഷെ അവനിപ്പോൾ ആരായിരിക്കണു? അവൻ യേശുവിൻ്റെ ശിഷ്യനായി. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഒരു നിയമജ്ഞൻ. ഈശോയുടെ കാലത്ത് 3 തരത്തിലുള്ള ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഫരിസേയരുടെ ശിഷ്യന്മാർ, 2 യോഹന്നാൻ മൗന്താനയുടെ ശിഷ്യന്മാർ, മറ്റൊന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. ഇനി അവൻ എന്ത് ചെയ്യണം? അവൻ പഠിക്കണം. എങ്ങനെ പഠിക്കണം? തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. അവൻ ആദ്യം എന്തെടുക്കണം? ഇനി പുതിയത് പഠിക്കണം, പിന്നെ പഴയത്. ഞാൻ അങ്ങനെ ഒരു രീതി നിങ്ങളെ പഠിപ്പിച്ചു തരാം, പെട്ടെന്ന് മനസ്സിലാകും. മത്തായി 1-ാം അധ്യായം എടുക്കാം. മത്തായി 1-ാം അധ്യായത്തിൽ 18 മുതൽ 22 വരെയുള്ള വചനം പെട്ടെന്നൊന്ന് ഓടിച്ച് വായിക്കും. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. സ്റ്റോപ്പ്. ഇപ്പം ഇങ്ങനെ നമ്മൾ പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം സംഭവിച്ചത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ നിർത്തണം. എന്നിട്ട് എന്ത് നോക്കണം? ഇനി ഏത് പ്രവാചകൻ എന്ന് എപ്പോൾ എന്ത് പറഞ്ഞു? എങ്ങനെ അറിയും അത്? അതിൻ്റെ ഫുട് നോട്ടിൽ നോക്കൂ. ഫുട് നോട്ടിൽ നോക്കി ആ വചനത്തിൻ്റെ സമാന്തരമായ വചനം എഴുതിയിരിക്കുന്നത് എന്താ? യേശയ്യ 7:14. യേശയ്യ 7:14. ഇനി യേശയ്യയിലേക്ക് പോവുക. ആദ്യം യേശയ്യയുടെ പുസ്തകത്തിൻ്റെ ആമുഖം വായിക്കുക. യേശയ്യ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ്? നമുക്ക് മനസ്സിലായി. BC 8-ം നൂറ്റാണ്ടിന്റെ 8-ം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ, അതായത് BC 740-700 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ. ഓഹോ. ഇനി 7:14 എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കുക. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ യേശുവിന് 740 വർഷം മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ പൂർത്തീകരണമാണ് മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായപ്പോൾ സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ ഹൗസിൽ ഉടനെ ചാടി എഴുന്നേറ്റ്, ഓ, എൻ്റെ ഭാര്യയ്ക്കാണോ ആ ഭാഗ്യം? അതിനു മുമ്പ് ഈശോ മാലാഖ പറഞ്ഞു അവൾ പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭിണിയാക്കണേ, നോ പ്രോബ്ലം, നീ അവളെ സ്വീകരിച്ചോ. പക്ഷെ ആൾ എണീറ്റില്ല അവിടെ നിന്ന്. എന്ത് പറഞ്ഞപ്പോഴാണ് എണീറ്റത്? ഇത് പ്രവാചകർ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാം. ഇനി വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരും. വീണ്ടും അതൊന്നുകൂടി വായിക്കൂ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. തുറന്നു വായിച്ചോളൂ. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഹേരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹേരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഏത് പ്രവാചകൻ? നോട്ടിൽ നോക്കൂ. മിക്ക പ്രവാചകൻ 5-ാം അധ്യായത്തിൽ മിക്ക 5:2. ഇനി മിക്ക പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആമുഖം നോക്കൂ. മിക്ക പ്രവാചകൻ യേശയ്യായുടെ സമകാലികനായിരുന്നു. BC 750-നും 687-നും ഇടയ്ക്ക്. ഇനി ആ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 2-ാം വചനം എന്താ എഴുതിയിരിക്കുന്നത്? ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. ഇനി വീണ്ടും മത്തായിലേക്ക് വരാം. അപ്പോൾ ഹേരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി
ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. ഇനി 13 മുതൽ വായിക്കാം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹേറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഏത് പ്രവാചകൻ? ഹോസിയ. ഹോസിയ 11:1. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകാം. ഹോസിയ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? BC 8-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ, BC 746. ഇപ്പം എല്ലാവരും ഒരേ കാലഘട്ടത്തിലാണല്ലേ? ഓക്കെ, ഐ തിങ്ക് ഇത്രയും മതി. ഇങ്ങനെ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് പോകാം. ഇങ്ങനെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഇതാണ് മറിയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിശ്വാസം. മറിയം പറഞ്ഞു, അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. നമുക്കുണ്ടാകേണ്ട ഒരു വിശ്വാസം ഈ പുതിയ നിയമത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം പഴയ നിയമത്തിൽ കർത്താവ് അരുളി ചെയ്തതാണെന്നും അതിങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു പ്രത്യേക ഓർഗനൈസിങ് വരും, ഒരു സെറ്റിംഗ് വരും. ഞാനിതൊരു സ്ഥലത്ത് ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഒരു കൊച്ച് എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സായ ഒരു പെൺകുട്ടി അങ്ങ് കരയുകയായിരുന്നു. അവളങ്ങ് കരയണു. അപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു, എന്താ അവൾ കരയണേ? അത് കഴിഞ്ഞ് അവൾ വന്ന് പങ്കുവെച്ചു. അവൾ പറയാണ്, ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ലൂക്കയും മാർക്കും എല്ലാം ഒരു കഥ എഴുതിയിരിക്കുകയാണ്. അവർ സുവിശേഷം എഴുതിയിരിക്കുന്നതെല്ലാം ഒരു കഥയാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് കഥയല്ല, ഇത് സത്യമായും ദൈവമാണ്. ദൈവം അരുളി ചെയ്തതും കൃത്യമായി ഇതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയും നാളായിട്ടും അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 75 വയസ്സായ ഒരു സഹോദരൻ വന്നിട്ട് പറയാണ്, ഞാനൊരു ഇൻ്റർനാഷണൽ ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് റിട്ടയർ ആയ ആളാണ്. തോമസ് പോളെ, ഐ കൺഫസ്, ഞാൻ ഒരുപാട് സെമിനാറുകളും കോഴ്സുകളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ബൈബിള് ഞാൻ ഇതേമാതിരി പഠിച്ചിട്ടില്ല. ഞാനും വിചാരിച്ചിരുന്നത് ഇത് ഒരു കഥയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിലെങ്കിലും എനിക്ക് സത്യം മനസ്സിലാക്കാനും അത് പഠിക്കാനുള്ള ഒരു വിധം മനസ്സിലായി. ഇത് വലിയ ഒരു ആശ്വാസം എനിക്ക് പകരുന്നു. ഈ 4 വചനം തന്നെ 3-4 വചനത്തിൻ്റെ തന്നെ കണക്ഷൻസ് മനസ്സിലായപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേക സന്തോഷം. ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. വലിയ ഒരു സന്തോഷവും ഒരു വിശ്വാസത്തിൻ്റെ കരുത്ത് നമുക്ക് കിട്ടും. എന്താണ്? ഈ കർത്താവ് അരുളി ചെയ്തതെല്ലാം
സംഭവിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സമയം കർത്താവ് എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെന്നും നമ്മളെല്ലാവർക്കും ദൈവസ്വരം ശ്രവിക്കാൻ പറ്റും എന്നും പറയുന്നു. അതിന് എളുപ്പ വഴിയിൽ ഒന്നിതാണ്. ഇങ്ങനെ നിങ്ങൾ ബൈബിൾ പഠിച്ചു കഴിയുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത് കേട്ട ഈ പ്രവാചകർ പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവ് പ്രവാചകരിലൂടെ സംസാരിച്ചത്, അതേ പരിശുദ്ധാത്മാവ് തന്നെ രക്ഷാകര സംഭവത്തിൽ സംഭവിപ്പിക്കുന്ന ഒരു വാസ്തവം നമ്മളിൽ ഇങ്ങനെ മനസ്സിലാവും. അത് വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസം വളർന്നു കഴിയുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കും, ഞാനും ഒരു ചെറിയ പ്രവാചകൻ തന്നെയാണ്. എന്നോട് സംസാരിക്കുന്ന കാര്യം സംഭവിക്കുമെന്ന് മനസ്സിലാവും. അപ്പോൾ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഉപമയായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് വീട്ടിലൊരു വള്ളമുണ്ട്. വള്ളം ഉണ്ടായിട്ട് എന്താ കാര്യം? വള്ളത്തിന് എന്ത് ചുറ്റുപാട് വേണം? വെള്ളം വേണം. നിങ്ങൾക്കൊരു വലിയ ട്രെയിൻ തന്നെ കിട്ടിയെന്ന് വിചാരിച്ചോ. ട്രെയിൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രെയിൻ ഉണ്ട്, പല പ്രയോജനമുണ്ടോ? എന്ത് വേണം? അത് ഓടാൻ 2 പാളം വേണം എന്ന് പറഞ്ഞ പോലെ ദൈവം തന്നിരിക്കുന്ന ഓരോ കഴിവുകൾക്കും അതിനെന്ത് വാക്കാണ്? ഒരു ചുറ്റുപാട്, ഒരു സാഹചര്യം, ഒരു സാഹചര്യം അതിൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വിശ്വാസം വേണം, ദൈവം സംസാരിക്കണത് സംഭവിക്കുമെന്ന്. ദൈവം സംസാരിക്കണത് സംഭവിക്കും. ഒന്ന് വിശ്വസിച്ചേ. അല്ലെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ പോരാ. ദൈവം സംസാരിച്ചാൽ അത് സംഭവിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. സാവധാനം എന്നെല്ലാവരും ഏറ്റു പറഞ്ഞ് സാവധാനം വായിച്ച്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത ശ്രദ്ധിക്കണം, എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈശോ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സന്ദേശം കിട്ടി, സന്ദേശം എന്നങ്ങ് പറഞ്ഞ് എഴുതി വെച്ചാൽ മാത്രം പോരാ. ഈ സന്ദേശം വെറും സന്ദേശമല്ല, ഞാൻ സ്വമേധയാ സംസാരിച്ചതല്ല, എന്നിൽ വസിക്കുന്ന. ഇപ്പം നമുക്ക് തോന്നണ എന്താ? ഞാൻ സ്വമേധയാ സംസാരിച്ചതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് സംസാരിച്ചതാണെന്നായിരിക്കും തോന്നുന്നത്, അല്ലേ? പക്ഷെ അവിടെ എഴുതിയിരിക്കണത് എന്താ? പിതാവ് സംസാരിച്ചതാണെന്നാണോ എഴുതിയിരിക്കണേ? പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വട്ടായി അച്ഛൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം.
കർത്താവ് സംസാരിച്ചു. എഴുതി വെച്ചു. ഇപ്പം എന്ത് സംഭവിച്ചു? ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ആരാരംഭിച്ചു കഴിഞ്ഞു? പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പോൾ പിതാവ് തൻ്റെ പ്രവൃത്തി എങ്ങനെ ചെയ്യണേ? എല്ലാം ആദ്യം തൻ്റെ വചനത്തിലൂടെ ചെയ്യണേ. ആദ്യം ആരോടെങ്കിലും സംസാരിക്കും. ആ സംസാരിക്കുന്നവൻ അത് വിശ്വസിക്കണം. അപ്പോഴേ പ്രവൃത്തി ആരംഭിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ സ്വരം